ഈ ഭീമകാരനായ വൃദ്ധൻ പെൺകുട്ടിയെ എടുത്ത് മനുഷ്യരുടെ ലോകത്തേക്ക് പുറപ്പെട്ടു. രാജ്ഞിയുടെ പേരക്കുട്ടിയുടെ ഈ സുരക്ഷിതമായ തിരിച്ചുവരവ് ആഘോഷിക്കാൻ ആ ഭീമാകാരനെ ഒരു രാജകീയ വിരുന്നിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം ആ മനോഹരമായ ഹാളിൽ പ്രവേശിച്ച ഉടൻ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ അദ്ദേഹത്തിലായിരുന്നു. അദ്ദേഹം വളരെ ഉയരമുള്ളവനും ഭാരമുള്ള ശരീരമുള്ളവനുമായിരുന്നു. ഭക്ഷണം വിളമ്പിയ ഉടൻ തന്നെ അദ്ദേഹം ഒരു വലിയ തവി പോലുള്ള സ്പൂൺ എടുത്ത് റൊട്ടികളുടെ ഒരു വലിയ കൂമ്പാരമെടുത്ത് മുട്ടക്കറിയിൽ മുക്കി ചവയ്ക്കാതെ ഒറ്റയടിക്ക് വിഴുങ്ങി. അദ്ദേഹത്തിന്റെ മുഖത്തെ ആ ഭാവം കണ്ടാൽ ഇതിനേക്കാൾ സ്വാദിഷ്ടമായ ഭക്ഷണം അതിനു മുൻപ് അദ്ദേഹം കഴിച്ചിട്ടില്ലെന്ന് തോന്നും. അതിനുശേഷം അദ്ദേഹം മനുഷ്യരുടെ കാപ്പി കുടിച്ചു. പക്ഷെ അത് കുടിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മുഖം വിളറി അത് തുപ്പികളഞ്ഞു. പിന്നീട് അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്ന് ചെറിയ പച്ച നിറത്തിലുള്ള വീട്ടിലുണ്ടാക്കിയ സോഡയുടെ കുപ്പി പുറത്തെടുത്തു. അതിന്റെ കുമിളകൾ മുകളിലേക്കല്ല താഴേക്കാണ് പോകുന്നത്. അദ്ദേഹം കുറച്ച് ക്രിസ്റ്റൽ ഗ്ലാസ്സിലേക്ക് സോഡയൊഴിച്ച് എല്ലാവർക്കും വലിയ സ്നേഹത്തോടെ കൊടുത്തു. എല്ലാവരും തങ്ങളുടെ ഗ്ലാസ് എടുത്ത് ഒറ്റയടിക്ക് കുടിച്ചു. പിന്നീട് സംഭവിച്ചതെല്ലാം ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളായിരുന്നു. ആദ്യം ഒരു വേലക്കാരൻ തെന്നി വീണു. പിന്നെ കാവൽക്കാർക്ക് ബാലൻസ് നഷ്ടപ്പെട്ടു. ചിലർ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ചിലർ തലകീഴായി തൂങ്ങിക്കിടക്കാൻ തുടങ്ങി. പിന്നെ രാജ്ഞിക്കും സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അരമനയിൽ ഉടനീളം വിചിത്രമായ ശബ്ദങ്ങൾ പ്രതിധ്വനിക്കാൻ തുടങ്ങി. രാജ്ഞി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഈ നയതന്ത്ര വിരുന്ന് ഇവിടെ അവസാനിച്ചിരിക്കുന്നു." ഇത് കേട്ടപ്പോൾ വൃദ്ധനായ ആ ഭീമാകാരൻ തിടുക്കത്തിൽ തന്റെ ലോകത്തിലേക്ക് തിരിച്ചുപോയി.